Hello guys, welcome to our channel ETVT Fun World. Guys, ഞങ്ങൾ വന്നിട്ടുള്ളത് നെയ്യപ്പം കൊണ്ടാണ്. നമ്മൾ ഈ നെയ്യപ്പം ഉണ്ടാക്കുന്നത് അരിപ്പൊടി കൊണ്ടാണ്. ഞങ്ങളൊക്കെ അരി അരിച്ച് കണ്ടാലും നെയ്യപ്പം ഉണ്ടാക്കില്ല. എന്നാൽ നമുക്ക് അരിപ്പൊടി കൊണ്ട് നെയ്യപ്പം ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് കണ്ടാലോ. ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 കപ്പ് അരിപ്പൊടിയാണ്. അതുപോലെ 1/2 കപ്പ് മൈദയും വേണം. എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ പകുതി മൈദയും വേണം. അതാണ് അതിൻ്റെ കണക്ക്. ഇനി മധുരത്തിന് വേണ്ടി 2 ശർക്കര വേണം, കുറച്ച് ബേക്കിംഗ് സോഡ വേണം, ചെറിയ ജീരകം പൊടിച്ചത് വേണം, ആവശ്യത്തിനുള്ള ഉപ്പും വേണം, ഏലക്കാപ്പൊടിയും വേണം. ഇതാണ്ട് ഏലക്കപ്പൊടി ഉള്ളതുകൊണ്ട് നിങ്ങൾ അതാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിക്കാം, എന്നിട്ടത് ഇവിടെ ഉപയോഗിക്കാം. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം. ഇത് നിർബന്ധമില്ല, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ എടുത്താൽ മതി. ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണം. 2 ടേബിൾ സ്പൂൺ റവയും വേണം. ഈ റവ ചേർക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നെയ്യപ്പം ക്രിസ്പിയായി നിൽക്കുന്നത്. അതുപോലെ തേങ്ങാക്കൊത്ത് ഇല്ലാത്തത് കൊണ്ടാണ് തേങ്ങാപ്പൊടിയും അണ്ടിപ്പരിപ്പും ഇവിടെ ചേർക്കുന്നത്. ഒരു വലിയ ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് മൈദയും ചേർത്തെടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയും നല്ല സോഫ്റ്റുമാണ്. റവ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പിയുമായിരിക്കും. ഇനി ഒരു പാത്രം എടുത്ത് ശർക്കരയും വെള്ളവും ചേർത്ത് തിളപ്പിച്ചെടുക്കാം. ഇവിടെ ഈ ശർക്കരയിലേക്ക് 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച ചൂടോടെ ശർക്കര പാനി ചേർത്ത് മെല്ലെ മെല്ലെ ഇളക്കിയെടുക്കാം. ഈ ശർക്കര പാനി ചൂടോടെ ചേർക്കുന്നത് കൊണ്ട് നെയ്യപ്പം നല്ല ആരെടുക്കും. കുറേശ്ശെ ശർക്കര പാനി ചേർത്ത് വേണം നമ്മളുടെ മാവ് ഇളക്കിയെടുക്കാൻ. നമ്മൾ ഇവിടെ എടുത്ത വെള്ളം ഈ മാവിലോട്ട് കറക്റ്റായിരുന്നു. പിന്നെ നിങ്ങൾ ഈ ശർക്കര പാനി ചൂടാക്കിയെടുത്തതിൻ്റെ ശേഷം അരിച്ചെടുക്കണേ. ഇതിൽ വല്ല വേസ്റ്റും ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ശർക്കര പാനി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഈ മാവ് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കണം. മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നത് നമ്മുടെ മാവ് കട്ടയില്ലാതെ സോഫ്റ്റായി കിട്ടാനാണ്. ഈ സമയത്താണ് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഫുൾ ഇൻഗ്രീഡിയൻസ് താഴെ ഉണ്ടാകൂട്ടോ. അരച്ചെടുത്ത മാവ് ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. കണ്ടോ, നമ്മുടെ മാവ് ഇവിടെ നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ച ജീരകം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് ഇളക്കിയെടുക്കാം. ഇനിയാണ് നമ്മൾ എടുത്തു വെച്ച 2 ടേബിൾ സ്പൂൺ റവ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. റവ ഇപ്പോഴാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് റവ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. ഈ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് കൊണ്ട് അരി അരിച്ച് ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല. മാവ് റെഡിയായാൽ 1/2 മണിക്കൂർ കൊണ്ട് നെയ്യപ്പം നമുക്ക് ചുട്ടെടുക്കാം. ഇനി ഇതിൽ കടിക്കാൻ ആവശ്യമായ കാഷ്യൂ നട്ട്സ് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ പകരമാണ് കാഷ്യൂ നട്ട് ചേർക്കുന്നത്. നെയ്യപ്പം കഴിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കടിക്കാൻ കിട്ടും. തേങ്ങൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പൊടി നമ്മൾ വറുത്ത് ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തേങ്ങ ചെറുതായി കട്ട് ചെയ്ത് ഇതുപോലെ വറുത്തെടുത്ത് നമ്മൾ അരിച്ചെടുത്ത മാവിലേക്ക് ഈ വറുത്തെടുത്ത തേങ്ങാക്കൊത്തും എള്ളും ചേർത്ത് നന്നായി
നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചുട്ടെടുക്കാം. എനിക്ക് എള്ള് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നെയ്യപ്പത്തിൽ എള്ള് ചേർക്കൊന്നുമില്ല. നമ്മൾ വറുത്തെടുത്ത തേങ്ങയും കാഷ്യൂ നട്സും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നെയ്യപ്പം മുങ്ങി വേവാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നമ്മളെ മാവ് ചുട്ടെടുക്കാം. നമ്മളെ മാവ് ചട്ടിയിൽ ഒഴിക്കുമ്പോൾ തന്നെ പൊങ്ങി വരുന്നത് കാണാം. ഒരു ഭാഗം വെന്ത ശേഷം മാത്രമേ മറിച്ചിടാൻ പാടുള്ളൂ. വേവാതെ മറിച്ചിട്ടാൽ നമ്മളെ മാവ് ഉള്ളും പരന്നു പോകും. നല്ല ഗോൾഡൻ കളറാവുമ്പോൾ ചട്ടിയിൽ നിന്ന് നമ്മൾ നെയ്യപ്പം കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള നെയ്യപ്പൊക്കെ ചുട്ടെടുക്കാം. നിങ്ങൾ ഇതുപോലെ നെയ്യപ്പം ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് ഞങ്ങളോട് അഭിപ്രായം പറയണം. ഈ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യണം. ഇനി ഞങ്ങൾ ഒരുപാട് നല്ല വീഡിയോകളായിട്ട് വരാം. നിങ്ങളെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. ലവ് യു ഓൾ.